മാനന്തവാടി MLA കേളോട്ടൻ അല്ലേ? എന്നാലും നിങ്ങൾക്ക് കൂലിപ്പണി തന്നെയാണ്. പിന്നെ MLA കാരണം MLA ആണെങ്കിൽ അനിയൻ എന്തെങ്കിലും ഒരു വകുപ്പയിലുണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലോ അല്ലേ? നമുക്ക് ഈ തടി വന്നിട്ട് തന്നെ വേണം. അടുത്തൊരു മന്ത്രിയാവും. ഒരു കുടുംബത്തിന്റെ മന്ത്രിനെ പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ. മലപ്പുറത്തുകാരനായ ഒരു വീഡിയോ ബ്ലോഗർ പങ്കുവച്ച വയനാട്ടിൽ നിന്നുള്ള മരത്തൊഴിലാളികളുടെ ഒരു വീഡിയോയിൽ നിന്നുള്ള രംഗമാണിത്. ലോറിയിൽ മരം ലോഡ് ചെയ്യുന്ന ഈ തൊഴിലാളികളിൽ ഒരാൾ നമ്മുടെ സർക്കാരിലെ ഒരു മന്ത്രിയുടെ സഹോദരനാണ്. മന്ത്രിയും MLAയും എല്ലാം ആയാൽ കുടുംബം രക്ഷപ്പെട്ടു എന്ന പതിവ് ചെല്ലുകളിലെ പൊരുൾ തുറന്നു കാട്ടുന്ന ഒരു രംഗമാണിത്. വയനാട്ടിൽ നിന്നുള്ള നിയുക്ത മന്ത്രി OR കേളുവിൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ് ഈ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളിൽ ഒരാൾ. മന്ത്രിയാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വീഡിയോയിൽ തൻ്റെ സഹോദരനായ OR കേളു എന്ന മാനന്തവാടി MLAയെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നുണ്ട് അച്യുതൻ എന്ന രവി. തൻ്റെ സഹോദരൻ പഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും മന്ത്രിയും ഒക്കെയാകുമ്പോഴും അതൊന്നും തങ്ങളുടെ ആരുടെയും ജീവിത രീതികളെ മാറ്റിയിട്ടില്ലെന്നും എല്ലാവരും ഇപ്പോഴും കൂലിത്തൊഴിലെടുത്താണ് അഭിമാനത്തോടെ ജീവിക്കുന്നതെന്നും സഹോദരൻ പറയുന്നു. സഹോദരൻ ഇനി മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും തങ്ങൾക്ക് അത്തരം ആഗ്രഹമൊന്നുമില്ലെന്നും ജനങ്ങൾ ആഗ്രഹിച്ചാൽ മന്ത്രിയാകട്ടെ എന്നും പറഞ്ഞ് തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കാണാനാവുക. കേളുവേട്ടൻ ഇനി മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും തങ്ങൾക്ക് അത്തരം ആഗ്രഹങ്ങളൊന്നുമില്ലെന്നും ജനങ്ങൾ ആഗ്രഹിച്ചാൽ മന്ത്രിയാകട്ടെ എന്നും നിസ്സാരമായി പറഞ്ഞ് തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കാണാനാവുക. എന്നാൽ തങ്ങളുടെ മലപ്പുറത്തു നിന്നുള്ള MLAമാരുടെ എന്നും ബന്ധുക്കളൊന്നും ഇങ്ങനെയല്ലെന്ന ആശ്ചര്യത്തോടെ പറയുന്ന വ്ളോഗറോട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 30 വർഷമായി പൊതുരംഗത്തുള്ള ചേട്ടൻ ജനങ്ങളോട് സമാധാനം പറയേണ്ട ഗതികേടില്ലെന്നും മന്ത്രി കേളുവിൻ്റെ സഹോദരൻ തിരിച്ചു പറയുന്നുണ്ട്. നിങ്ങളാരാണ്? പിന്നെ ഇവിടെ MLA കാരണമല്ലേ? മാനന്തവാടി MLA കേളോട്ടൻ അല്ലേ? എന്നാലും നിങ്ങൾക്ക് കൂലിപ്പണി തന്നെയാണ്. നമ്മളെ മലപ്പുറത്ത് നേരെ തിരിച്ചേട്ടെന്നാല് അവിടെ എന്താ വെച്ചാലേ പിന്നെ MLA കാരണം MLA ആണെങ്കിൽ അനിയൻ എന്തെങ്കിലും ഒരു വകുപ്പയിലുണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലോ അല്ലേ? നമുക്ക് ഈ തടി വന്നിട്ട് തന്നെ വേണം. ഇല്ല, ഈ പണി തന്നെയാണ്. അതുകൊണ്ട് എന്തൊക്കെ അറിയോ, മൂപ്പര് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, വർഷം 10-30 വർഷം കഴിഞ്ഞ് ജനപ്രതിനിധിയായിട്ട്. ആരേ? ഏട്ടൻപുള്ളി 10-30 വർഷമായി. ഫസ്റ്റില് അതായത് ഒരു വാർഡിന്റെ മെമ്പർ മുതൽ തുടങ്ങിയാണ് മൂപ്പര്. ഇപ്പൊ MLA. അടുത്തൊരു മന്ത്രിയാവും. ഒരു കുടുംബത്തിന്റെ മന്ത്രിനെ പ്രതീക്ഷിക്കാം. നമുക്ക് ആഗ്രഹമില്ല, ജനങ്ങൾക്ക് ആവശ്യം ചെയ്യാം. അത്രേ ഉള്ളൂ. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുടുംബത്തിന്റെ സെറ്റപ്പാണ്. കുടുംബത്തിന്റെ മൂപ്പ തോർത്തനോ ഷാറല്ലേ? ഇത് കാട്ടിക്കുളത്തിലെ ടീമാണ്. തിരുനെല്ലി വയനാട്ടിൽ നിന്ന് ലോഡ് ആയിട്ടാണ്. കാട്ടിക്കുളത്തിലെ CIT-കാരാണ് അല്ലേ? CIT ആണ്. അപ്പൊ ഒരു MLA അന്തോനാണ് ഈ പണിയെടുക്കണത്. അപ്പൊ ഒരു MLA അനിയനാണ് ഈ ലോഡ് കയറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെ അവസ്ഥ. മലപ്പുറം ജില്ല ആലോചിച്ചാൽ വേറെ എവിടെ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൂലിപ്പണിക്കാരിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ മന്ത്രി കസേരയിലെത്തുന്ന OR കേളു എന്നും മേലനങ്ങുന്ന പൊതുപ്രവർത്തകനായിരുന്നു. ദിവസവും രാവിലെ 6 മുതൽ തോട്ടത്തിലിറങ്ങി എല്ലുമുറിയെ പണിയെടുക്കുന്ന നാട്ടുകാരുടെ കേളുവേട്ടൻ ഇനി കേരളത്തിൻ്റെ പട്ടികജാതി വർഗ വികസന മന്ത്രിയാണ്. MLA ആയപ്പോഴും കൃഷിപ്പണിയെ കൈവിടാത്ത 56-കാരന് മണ്ണും അധ്വാനവും വിട്ടൊരു ജീവിതമില്ല. ദിവസവും പശുക്കളെ പരിപാലിക്കുന്ന, പാൽ കറന്ന് സൊസൈറ്റിയിലെത്തിക്കുന്ന അടിമുടി സാധാരണക്കാരൻ്റെ ലളിത ജീവിതം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിനതീതമായ പൊതുപ്രവർത്തകനാക്കി. MLA ആയ ശേഷവും തിരുവനന്തപുരത്തു നിന്ന് തിരിച്ചെത്തുന്ന ദിവസങ്ങളിൽ പോലും മണ്ണിലിറങ്ങി ഒന്ന് വീർത്താലേ കേളുവേട്ടന് ഉറക്കം വരൂ. 1970-ൽ ഓലഞ്ചേരി പുത്തൻമിറ്റം രാമൻ അമ്പു ദമ്പതികളുടെ മകനായി കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലാണ് ജനനം. കാട്ടിക്കുളം സർക്കാർ ഹൈസ്കൂളിലെ പഠനത്തിനിടെ അവധി ദിവസങ്ങളിൽ മാനന്തവാടി പഴശ്ശി പാർക്കിലെ നിർമ്മാണ തൊഴിലാളിയായി ദരിദ്ര ജീവിതത്തോട് പോരടിച്ചു. 1985 മുതൽ പനവല്ലിയിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്കാരനായി.
പയ്യമ്പള്ളി മുടിമറ്റം എസ്റ്റേറ്റിലെ മരക്കൂപ്പിലും കുടകിലെ തോട്ടങ്ങളിലും കൂലിത്തൊഴിലാളിയായിരുന്നു കേളു. 1999 മുതൽ തൃശ്ശിലേരി സർക്കാർ നെയ്ത്തു കേന്ദ്രത്തിൽ ദിവസവേതനക്കാരനായി. അധ്വാനത്തോടൊപ്പം വായനയും ഇഷ്ടം. ഭാര്യ ശാന്ത വീട്ടമ്മയാണ്. മക്കളായ മിഥുന ബേഗൂർ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഭാവന വിദ്യാർത്ഥിനിയുമാണ്.